അളിയ ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ എന്നും നോക്കോളിയാ, ഇവിടെ നല്ല തിരക്കാ, നല്ല അടിപൊളി കച്ചവടം അമ്മച്ചിക്ക്. എടാ ഇതുപോലെ തന്നെ എനിക്കൊരു കട ഉണ്ടായിരുന്നു, നല്ല കച്ചവടമൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഇഷ്ടം പോലെ അതുവഴി ലോറിക്കാരും ബസ്സുകാരും എല്ലാം അവിടെ ചായ കുടിക്കുന്നത് ഭയങ്കര തിരക്കാ. അപ്പോൾ അപ്പോൾ ഒരുപാട് സ്റ്റാഫൊക്കെ കാണുമല്ലോ. എവിടെ നിന്ന് ഒരു 10 പൈസ നമ്മൾ പുറത്ത് കൊടുക്കൂല, എല്ലാ ജോലിയും അമ്മ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, പെട്ടി ഇറക്കും, പൈസ ഇറക്കും, ഞാൻ പോകും. ചേടാ അപ്പൊ സ്റ്റാഫൊന്നും ഇല്ലാതെ എങ്ങനെയാണ് മാനേജ് ചെയ്യണത്? സ്റ്റാഫിനൊക്കെ അച്ഛൻ സമ്മതിക്കുന്നില്ല, അമ്മ തന്നെ എല്ലാ ജോലി ചെയ്യണം. അമ്മ തന്നെ ദോശ ഇടുന്നത്, ചമ്മന്തി അരയ്ക്കുന്നത്. പിന്നെ അളിയാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരണം അളിയാ, താഴെ പണയിലാണ് കിണറ്. അവിടെ അമ്മ പോയി 2 വലിയ ബക്കറ്റിൽ വെള്ളം കോരി ചുവന്നുകൊണ്ട് വന്ന് പണിയെടുക്കും. അപ്പം നമ്മൾ ഹെൽപ്പിനൊന്നും അമ്മ എന്നെ വിളിക്കൊന്നുമില്ല. തന്തയും മോനും കൂടെ ഇരുന്ന് വെട്ടി കയറ്റ തന്നെ അല്ലേ? എടാ ആ അമ്മേരെ ഉയരും എല്ലാം ബാക്കി ഉണ്ടാടാ? ഓ തന്നെടാ, അമ്മയ്ക്ക് പഴയതൊരു വയ്യ. ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് ഒന്നും എടുക്കലെന്ന് പറഞ്ഞു. സ്റ്റെപ്പ് കയറി വലിയ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരണല്ലേ. എന്റെ പൊന്നളിയാ, അങ്ങനെയെങ്കിലും നിന്റെ അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടിയല്ല. അപ്പൊ ബാക്കി എല്ലാ ജോലി ചെയ്യുന്ന നീ ആയിരിക്കും അല്ലേ ഇപ്പൊ? ഞാൻ ജോലിയൊന്നും ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, അച്ഛനെ ചെയ്യില്ല. അല്ല അതൊക്കെ പെണ്ണുങ്ങളെ ജോലിയല്ലേ അളിയാ. അതുകൊണ്ട് വലിയ ബക്കറ്റ് മാറ്റി ചെറിയ ബക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു.